ഈരാറ്റിൻപുറം എക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു നടപ്പാതയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈരാറ്റിൻപുറം എന്ന് പറയുന്നത് പെരുങ്കടവിള എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപമാണ്. നെയ്യാറ്റിൻകര പെരുങ്കടവിളയ്ക്കൊക്കെ സമീപമായിട്ട് നല്ല ആറ്, ഈരാറ്റിൻപുറം എന്ന് പറയുന്ന 2 ആറുകൾ സംഗമിക്കുന്ന സ്ഥലം എന്ന തരത്തിലാണ് ഈരാറ്റിൻപുറം എന്ന പേര് വന്നത് എന്ന് ഒരു പറച്ചിലുണ്ട്. അരുവിക്കര ക്ഷേത്രത്തിൻ്റെ ഓരത്തൂടെ ഒഴുകുന്നതും ഈ നദിയാണ്. അപ്പോൾ ഇവിടെ മനോഹരമായ പാറക്കെട്ടുകളും ചിലപ്പോൾ ഇച്ചിരി ഡേഞ്ചറസ് ഒക്കെ ആയിരിക്കും, സ്ലിപ്പറിയൊക്കെ ആയിരിക്കും, അറിയില്ല. എന്തായാലും ഇതിനെ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയൊരു നടപ്പാത അങ്ങോട്ടേക്ക് നടപ്പാത ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. താമസിയാതെ ഇതൊരു നല്ല ടൂറിസ്റ്റ് പ്ലേസായി മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ എത്തി ഈരാറ്റിൻപുറം കണ്ട് ഇവിടെ ഉള്ള ഇപ്പോഴത്തെ കണ്ടീഷനിൽ കാണാതെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ കഴിയില്ലല്ലോ. എൻ്റെ യാത്രയ്ക്കിടയിൽ ഇത്തരം കാഴ്ചകൾ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടാകുന്നു. ആ ഭാഗ്യം ഞാൻ പ്രിയപ്പെട്ട കുറച്ചു പേരായിട്ടുള്ള എന്നോടൊപ്പം ചേർന്ന് നടക്കുന്ന അവരിലേക്കും കൂടെ എത്തിക്കുന്നു. എപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് വരാൻ കഴിയുന്നവർക്ക്, നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് വരുന്നവർ, പെരുങ്കടവിളയിൽ വരുന്നവർ അരുവിക്കര ക്ഷേത്രവും ഈരാറ്റിൻപുറവും കാണുക. അത് ചരിത്രത്തിൻ്റെയും ഐതിഹ്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും നമ്മുടെ ഭൂപ്രകൃതിയുടെയും ഒരു ഭാഗമാണ്. അതിൻ്റെ സൗന്ദര്യമാണ്, അതിൻ്റെ ചന്തമാണ്. കണ്ട ഡയലോഗ് അടിച്ച് മേപ്പോട്ട് നോക്കി നടന്നതിൻ്റെ ഭാഗമായി എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, ഇതാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള ഈരാറ്റിൻപുറം എന്ന് പറയുന്ന സ്ഥലത്തെ ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചിട്ടുള്ള വാക്ക്. അത് വളരെ നീളത്തിൽ ഇത് നിർമ്മിച്ചിട്ടുണ്ട്. ഇതുവഴി നടന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ച്, വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് വൈകുന്നേരങ്ങളിലോ ഉച്ചയ്ക്കോ ഏത് സമയത്ത് വേണേലും നടക്കാവുന്നതാണ്. അതിനുവേണ്ടി നല്ല ഉയരത്തിൽ നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടിയിട്ടുണ്ട്. ബാക്കി പല നിർമ്മാണ പ്രവർത്തനങ്ങളും സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതും പൂർത്തിയായിട്ടില്ല. എങ്കിലും നമ്മൾ എത്തിയ സമയത്ത് കണ്ട ചില കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോഴും കുറച്ച് ഗസ്റ്റുകളൊക്കെ ആ പാറക്കെട്ടുകൾക്കിടയിലൂടെ അള്ളിപ്പിടിച്ച് അതിൻ്റെ വെള്ളച്ചാട്ടത്തിനടുത്തേക്കൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഈരാറ്റിൻപുറം റോക്ക് പാർക്ക് എന്ന ഒരു പാർക്കിലേക്കാണ്. പാർക്ക് പൂർണ്ണ സജ്ജമായി ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിച്ചേർന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ പ്രവൃത്തികൾ പലതും അനുബന്ധമായിട്ട് നടക്കുന്നതേ ഉള്ളൂ. എങ്കിലും ഒരു പാർക്ക് ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ആർക്കും വേണമെങ്കിൽ വരാം, ഇരിക്കാം, സല്ലപിക്കാം. പക്ഷേ മഴയൊക്കെ പെയ്തതുകൊണ്ടാവണം ആളുകൾ പൊതുവെ ഇപ്പോൾ കുറവാണ്. വെള്ളച്ചാട്ടത്തിലേക്ക് നോക്കിയിരിക്കാനായിട്ടുള്ള ബെഞ്ചുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനും ഒന്ന് ചില്ലാവാനും ഒന്ന് അണിയാനും പറ്റിയ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട് എന്നുള്ളത് യാതൊരു കാരണവശാലും വിസ്മരിച്ചുകൂടാ. ഈ മരങ്ങളേക്ക് ഒന്ന് വെട്ടിയൊതുക്കി ഇവിടെ അപകടരഹിതമായി വെള്ളത്തിലിറങ്ങാനും കുളിക്കാനും ഒക്കെ ആളുകൾക്ക് സംവിധാനം ഉണ്ടാക്കാൻ പറ്റിയാൽ നമ്മുടെ ടൂറിസ്റ്റുകൾ സംവിധാനമൊക്കെ റെഡിയാക്കിയാൽ തീർച്ചയായിട്ടും കൂടുതൽ ഇതൊക്കെ ആസ്വദിക്കുകയും പരമാവധി എത്തുന്ന തരത്തിലേക്ക് മാറുകയും നെയ്യാറിന്റെ ശുദ്ധജലം ഒഴുകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് 2 സ്മാളൊക്കെ അടിച്ച്, അത് വേണ്ട, സ്മാൾ വേണ്ട, കപ്പലിൻ്റെയൊക്കെ കുറച്ച് ഇങ്ങനെ പ്രകൃതിയിലേക്ക് നോക്കി കുറച്ച് സമയം ഇരിക്കാം. അതിനുശേഷം കുളിക്കണമെങ്കിൽ കുളിക്കാം, പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് അല്പസമയം ചെലവഴിക്കാം. എന്നിട്ട് പതുക്കെ തിരിച്ചു നടക്കാം. വശങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു മതിൽ തന്നെ നോക്കിയാൽ ഉരുളൻ കല്ലുകൾ കൊണ്ട് വളരെ ബ്യൂട്ടിയായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു മതിലാണ് ഇതിനുള്ളത്. മുളം കാടുകളാണ് വശങ്ങളിലുള്ളത്. ഇതെല്ലാം പ്രകൃതിദത്തമായിട്ട് തനിയെ ഉണ്ടായ കാര്യങ്ങൾ. ആ വെള്ളത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കുറച്ചുകൂടെ അടുത്തേക്ക് തന്നെ ഞങ്ങൾ പോയി. മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്നതിനാൽ തെന്നാൻ സാധ്യതയുള്ള പാറകളാണ് ഉള്ളത് എന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ട് കൂടുതൽ ആഴങ്ങളിലേക്കൊന്നും പോയില്ല. വശങ്ങളിൽ നിന്നുകൊണ്ടുള്ള ചെറിയൊരു പ്രകടനമാണ് ഞങ്ങൾ കാഴ്ചവെക്കുന്നത്. അതായത് വശങ്ങളിലുള്ള പാറകളിൽ കയറി നിന്നുകൊണ്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി എന്തെങ്കിലും ഒപ്പിയെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം ഇപ്പം കലങ്ങി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 2-3 ദിവസമായിട്ട് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളം അതുകൊണ്ടാണ് ഇങ്ങനെ കലങ്ങി ഒഴുകുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ തെളിഞ്ഞ വെള്ളം ഒഴുകി വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ അടിത്തട്ടൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ പച്ച ഇലകൾക്കിടയിലൂടെ പാറക്കൂട്ടങ്ങളെ കാണുകയും അതിനിടയിലൂടെ ഒഴുകുന്ന വെള്ളച്ചാട്ടത്തെ കാണുകയുമാണ് നമുക്കിപ്പോൾ കഴിയുക. എന്തായാലും ഇവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു കുളിർമ അനുഭവപ്പെടുന്നുണ്ട്.
ഈ വെള്ളവും വെള്ളച്ചാട്ടവും എന്നും മലയാളികൾക്ക് ഒരു ലഹരിയായിരുന്നല്ലോ. കൂടുതൽ വെള്ളത്തിലേക്ക് എടുത്ത് നമ്മൾ വളരെ സൂക്ഷിച്ചാണ് നിൽക്കുന്നത്. കാരണം തെന്നി മറിഞ്ഞ എവിടെയെങ്കിലും വെള്ളത്തിൽ വല്ലതും വീണ് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. വടം കിട്ടാനില്ല, തമിഴ്നാട് പോലീസിനെ പോയി വിളിക്കാനില്ല, പൊക്കിയെടുക്കാൻ ആളില്ല. അതുകൊണ്ട് പ്രിക്കോഷൻസ് കുറവായതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ കരയ്ക്ക് നിന്നിട്ടുള്ള കളികളെ ഇപ്പോൾ ചെയ്യാനുള്ളൂ. എന്തായാലും അസല് സ്ഥലം നല്ല ബ്യൂട്ടി ആയിട്ടുണ്ട്, നല്ല ഒരു കുളിർമ, നല്ല തണുപ്പ്. ഒന്ന് വെള്ളത്തിലേക്ക് ചാടാൻ തോന്നുന്നുണ്ട്. ഇവിടുത്തെ കണ്ടീഷനൊന്നും നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. എന്തായാലും ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലം. ഇതിനേക്കാൾ കുറച്ചുകൂടെ കാണാൻ പറ്റുന്ന ഒരു നല്ല വിഷ്വൽ എടുക്കാനുള്ള സാധ്യതകൾ നമുക്ക് നോക്കാം. അങ്ങനെ കുറച്ച് ഉയരത്തിൽ നിന്നുള്ളൊരു ദൃശ്യം കിട്ടി. ഇത് നമ്മൾ കണ്ട ഭാഗത്തെ അല്ല, കുറച്ചുകൂടെ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ ആദ്യം കവർ ചെയ്തത്. അവിടെയാണ് വെള്ളം ഇങ്ങനെ തട്ടി 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 ഒഴുകുന്നതൊക്കെ ഒരു കാഴ്ച കാണാൻ കഴിയുന്നത്. കുളിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യം അവിടെ നമുക്ക് ലഭ്യമാണ്. ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് തെന്നാതെ എങ്ങനെ, മറിഞ്ഞു വീഴാതെ എങ്ങനെ നമുക്ക് കരയിൽ എത്തിച്ചേരാമെന്നുള്ളതാണ് അടുത്തൊരു ശ്രമം. ഓരോ ചുവടും സൂക്ഷിച്ച് വെച്ച് ചാടി മറിഞ്ഞ് ഞാൻ വളരെ സൂക്ഷിച്ച് ഈ വരമ്പിലൂടെ ഇറങ്ങി പോവുക. പാറ ഇടുക്കിലൂടെ നടന്ന് 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 വരികയാണ്. ഇനി ചവിട്ടി കയറേണ്ടത് ഈ പ്രദേശത്തൂടെയാണ്, ആകാശത്തോട്ട് നോക്കാം. അവിടെ ഒരു ഗംഭീര പാറ അതിന് സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. ഹൈറ്റിലോട്ട് ചാടി പിടിച്ച് കയറാനുള്ള ശ്രമം. അമ്മേ കയറി. അപ്പോൾ കുറച്ചുകൂടെ ഹൈറ്റിൽ നിന്ന് ആറിനെ നമുക്ക് കാണാം. എന്തായാലും കേരള കോളിംഗ് ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളുടെ യാത്ര നാളെയും തുടരും.